وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. തജ്വീദ് പറഞ്ഞോളി. വ അൻകിഹു എന്താ ചെയ്യേണ്ടത്? യഖ്ഫാ ചെയ്യണം. ഹു പിന്നെ അംകിഹു എന്നുള്ളത് 2 കതർ നീട്ടിയാൽ മതി. അവിടെ നിങ്ങൾ അംകിഹു കഴിഞ്ഞിട്ട് നിർത്തുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നീട്ടാനൊന്നും പോണ്ട. അപ്പം എങ്ങനെ ഓതണം? വ അൻകിഹുൽ അയാമ. കണ്ടോ? ആ ഹൂ നീട്ടണ്ട, പിന്നെ അലിഫിന് ഉച്ചാരണമില്ല, അടുത്ത അയാമൻ്റെ അലിഫിനും ഉച്ചാരണമില്ല, ലാമിന് ഉച്ചാരണമുണ്ട്. അപ്പോൾ ഓതേണ്ടത് വ അൻകിഹുൽ അയാമ. പിന്നെ അയാമ അയാമ എന്ത് ചെയ്താൽ മതി? അയാമലൊരു അലിഫുണ്ട് അല്ലേ, അവിടെ പിന്നെ അകാരമായി ഉച്ചരിച്ചാൽ മതി. പിന്നെ മിൻകും ആ നൂനിനെ യഫ്ഫാ ചെയ്യണം. അൻകിഹു എന്നുള്ള നൂനിനെയും യഫ്ഫാ ചെയ്യണം. പിന്നെ വസ്സാലിഹീന, വ കഴിഞ്ഞിട്ട് അലിഫിന് ഉച്ചാരണമില്ല, കാരണം വസിലിൻ്റെ അംസയാണ്. ലാമിനും ഉച്ചാരണമില്ല. പിന്നെ മിൻ ആ നൂനിനെ എന്ത് ചെയ്യണം? സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യണം. മിൻ ഇബാദിക്കും, അവിടെ മിൻ എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. പിന്നെ വ ഇമാഇക്കും, അവിടെ വ കഴിഞ്ഞിട്ട് ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, കാരണം ഹംസത്തുൽ ഖത്അ. പിന്നെ മാ എത്ര നീട്ടണം? 4 to 5, 6 വരെ നീട്ടണം. അതിൻ്റെ പേരാണെന്ത്? മദ് മുത്തസിൽ. മദ് മുത്തസിലിൻ്റെ ഹുക്മ് എന്താണ്? വുജൂബാണ്. അപ്പം എങ്ങനെ ഓതണം? വ ഇമാഇക്കും, പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഈയക്കൂനു, ആ നൂനിനെ യാലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. പിന്നെ ഫുഖറാ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദ് മുത്തസിലാണ്, 4, 5, 6 വരെ നീട്ടണം. അല്ലെങ്കിൽ അതിൻ്റെ പേര് മദ് മുത്തസിൽ ഹുക്മ് വുജൂബ്. പിന്നെ യുഗ്നിഹിമുല്ലാഹു, യുഗ്നി എന്നല്ല, യാ ഇല്ല. എന്നാൽ യാവ് വരുന്നൊരു സ്ഥലം ഇവിടെ എവിടെയോ ഉണ്ട്. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയോ ഒന്നുണ്ട്. ഇപ്പോൾ കാത്തിബൂഹുമിനാലും എവിടെയാണോ വരുന്നത്? അവിടെ യാ ഉണ്ട്, ഇവിടെ യാ ഇല്ല. ഇവിടെ അറബി കോളേജിൽ പഠിച്ച ആരാള്? എന്തുകൊണ്ടാണ് അവിടെ യാ ഇവിടെ യാ ഇല്ല, ഇവിടെ യാ ഉണ്ട്? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ മുട്ടായി സമ്മാനം തരും, ഇൻഷാ അല്ലാഹ്. സമ്മാനം തരും. അത് ഡാഷ്, സമ്മാനം ഡാഷ്, എന്തെന്നൊന്നുമില്ല. അത് നിങ്ങൾ കണ്ടുപിടിച്ചു തരാം. എന്തേ അള്ളാഹു തആല ഇവിടെ യാവും ഇല്ലാതെയും അവിടെ യാവും? ഇതിപ്പോൾ എന്താ കൊട്ടക്കണക്കിനാ? അത് പഠിക്കുക. അത് പറഞ്ഞെന്നാൽ പിന്നെ അതിന് വില ഉണ്ടാവില്ല. അവിടെ വരുമ്പോൾ പറഞ്ഞു തരൂ കേട്ടോ. പിന്നെ യുഗ്നിഹുമുല്ലാഹു മിൻ എന്ത് ചെയ്യണം? അവിടെ യഖ്ഫാ ചെയ്യണം. മിൻ ഫളിലി. പിന്നെ വല്ലാഹു, ആലിഫിനും ഉച്ചാരണം ഉണ്ടാവില്ല. വല്ലാഹു വാസിഉൻ, ആ ദമ്മ് തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. വാസിഉൻ അലീം, അലീം നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? 4, 5, 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കാൻ. ഇനി ആയത്ത് ഒന്നിച്ച് എല്ലാവരും കൂടി ഒന്ന് ഓതിക്കാൻ. അഊദു ബില്ലാഹ്. വ അൻകിഹു وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله. കഴിഞ്ഞോ? എന്തെങ്കിലും ആയത്തുമായിട്ട് ബന്ധപ്പെട്ട തജ്വീദ് സംശയം, ഡൗട്ട് ഉണ്ടോ? ഷുഐബ് ഒന്നുമില്ലേ?
ഒന്നുമില്ല. ആ എന്നാ അർത്ഥം പറഞ്ഞോളി. വ അങ്കിഹു എന്താ അർത്ഥം? വ അങ്കിഹു നിക്കാഹ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിക്കാഹ് കാരണം എന്താ? നിക്കാഹ് കാനോത്ത് വിവാഹം എന്നാണ് അതിന് പറയല്. കാനോത്ത് നമ്മൾ നാടൻ മലയാളം. ഓക്കെ, നിക്കാഹ് അല്ലേ? നിക്കാഹ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനാണ് നക്കഹ പിന്നെ അങ്കഹ ഈ പദങ്ങളൊക്കെ ഉണ്ടാണ്. എന്താ നക്കഹയും അങ്കഹയും തമ്മിലുള്ള വ്യത്യാസം? നക്കഹ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചു. അങ്കഹ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കുക, നിക്കാഹ് നടത്തി കൊടുക്കുക. അതിനാണ് അങ്കഹ. അപ്പൊ വ അങ്കിഹു നിങ്ങൾ നിക്കാഹ് നടത്തി കൊടുക്കുക, നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ആരെ? അൽ അയാമ. അയ്യം എന്ന് പറഞ്ഞതിന്റെ ബഹുവചനാണ് ഇത്. അയ്യം. അയ്യം എന്ന് പറഞ്ഞാൽ എന്താ? അയ്യം അതിന്റെ ബഹുവചനാണ് അയാമ. അയ്യം എന്ന് പറഞ്ഞാൽ ഇണയില്ലാത്തവൻ. അതാണാവട്ടെ പെണ്ണാവട്ടെ. ഇണയില്ലാത്ത ആണിനും പറയും അയ്യമ്, ഇണയില്ലാത്ത പെണ്ണിനും പറയും. ഇനി ഒരിക്കൽ വിവാഹം കഴിച്ചിക്കണം, എന്നിട്ട് പിന്നെ തലാക്കില്ലയോ വേർപെട്ടു പോയി, എന്നാലും അയക്കണല്ലോ, അതിനും പറയും എന്താ? പിന്നെ അയ്യം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇനി അടിമയാണെങ്കിലും സ്വതന്ത്രനാണെങ്കിലും പറയും എന്താ? അയ്യം. അപ്പം ഇണയില്ലാത്ത ആണാവട്ടെ പെണ്ണാവട്ടെ, അടിമയാവട്ടെ സ്വതന്ത്രനാവട്ടെ, അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുക, നിക്കാഹ് ചെയ്തു കൊടുക്കുക. മിൻകും നിങ്ങളിൽ നിന്നുള്ള. എന്തിനാ അത് പറഞ്ഞേ മിൻകും? ആ വിശദീകരിക്കുമ്പോൾ പറയാം. മിൻകും. പിന്നെ വസ്വാലിഹീന. സ്വാലിഹീന എന്ന് പറഞ്ഞാൽ നല്ലവരായ ആളുകൾക്കും. മിൻ ഇബാദിക്കും നിങ്ങളുടെ അടിമകളായ പുരുഷന്മാരിൽ നിന്ന് നല്ലവരായ ആളുകൾക്കും. വ ഇമായിക്കും നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്ന് നല്ലവരായവർക്കും എന്ത് ചെയ്തു കൊടുക്കുക? നിങ്ങൾ വിവാഹം നിക്കാഹ് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ വിവാഹം കഴിപ്പിക്കുക. ഈ യക്കൂനു അവർ ആവുന്ന പക്ഷം. ആര്? ഈ ഇണകളില്ലാത്ത ആളുകൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർ പിന്നെ ഈ യക്കൂനു അവർ ആയിരിക്കുന്ന പക്ഷം. ഫുഖറാഅ ദരിദ്രന്മാരാവുന്ന പക്ഷം. യുഗ്നിഹുമുല്ലാഹു അള്ളാഹു അവർക്ക് നൽകും. എന്ത്? ധന്യത നൽകും. മിൻ ഫദ്ലി അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു തആല അവർക്ക് ഗിന നൽകും. വല്ലാഹു അള്ളാഹു എത്ര വാസിഉൻ വിശാലമായവനാണ്. അലീം എല്ലാം അറിയുന്നവനാണ്. വിശാലമായി അറിയുന്നവനും വിശാലമായ ധന്യതയുള്ളവനുമാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിലെ പിന്നെ വോക്കാബുലറി കിട്ടാത്ത ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അങ്കഹ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കുക. അയ്യം അയാമ എന്ന് പറഞ്ഞാൽ വിധവ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആണായാലും പെണ്ണായാലും ഇണയില്ലാത്തവർ, അതാണ് ഏറ്റവും നല്ലത്. വിധവകളിൽ പെടും, പക്ഷേ ആണായാലും പെണ്ണായാലും ഇണയില്ലാത്ത ആണാവട്ടെ പെണ്ണാവട്ടെ അടിമയാവട്ടെ സ്വതന്ത്രനാവട്ടെ അതിനൊക്കെ എന്ത് പറയും? അയാമ. തഫ്സീറിൽ വിധവ എന്നിട്ട് കൊടുത്തണോ? ഇല്ല. അവിവാഹിതൻ. ഓക്കെ, ഓക്കും. പിന്നെ അവിവാഹിതൻ എന്ന് പറയുമ്പോൾ ഒരിക്കൽ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവും. വിവാഹിതർ എന്ന് പറയുമ്പോൾ അതിലും മലയാളത്തിലൊരു സൂത്രമുണ്ട്. ഓം പെണ്ണ് കെട്ടാത്തവൻ നമ്മൾ ഉദ്ദേശിക്കുക. പെണ്ണ് കെട്ടി ഒഴിവാക്കിയാലും, ഇപ്പം ഞാൻ പെണ്ണ് കെട്ടീന്, എൻ്റെ ഒഴിവാക്കി, എന്നാലും ഞാൻ ഇണയില്ലാത്തവനാ, എനിക്ക് നിങ്ങൾ പെണ്ണെട്ടിച്ചേരണം. ഓക്കെ. പിന്നെ അപ്പം വ അൻകിഹുൽ അയാമ മിൻകും അതിലുള്ള വോക്കാബുലറി ഒക്കെ അറിയാലേ. ഇബാദ് എന്ന് പറഞ്ഞാലോ അബ്ദ്, അതിൻ്റെ ബഹുവചനാണ് ഇത് ഇബാദ്, അടിമയായ പുരുഷന്മാർ. അബ്ദ് പറഞ്ഞാൽ അടിമയായ ഒരു പുരുഷൻ.
ഇബാദ് അടിമയായ പുരുഷന്മാർ. അമത്ത് അതിൻ്റെ ബഹുവചനാണേത്? ഇമാവ്. അമത്ത് പറഞ്ഞാൽ എന്താ? ആണാണെങ്കിൽ എന്താ പറയാ? അബ്ദ്. പെണ്ണാണെങ്കിൽ എന്താ പറയാ? അമത്ത്. ഉമ്മത്തല്ല കേട്ടോ, അമത്ത്. അടിമ സ്ത്രീ. പിന്നെ അതിൻ്റെ അമത്തുന്നൂർന്നു എന്താണ് അങ്ങനെ പേരോടെ ഉണ്ടോ? ഉണ്ട് അല്ലേ? ഇതേ ഉണ്ടാവും ചിലപ്പോൾ. ആരെങ്കിലും കവിതയിലോ ജാലിയ കാലത്തൊക്കെ വന്നിട്ടുണ്ടാവും. അള്ളാഹു ആരും ആലോചിക്കേണ്ടി വരിക. ആ അമത്ത് തന്നെയാണോ ഇത്? ആ ആ ആ അയാൾ നോവൽ വെച്ചിട്ടിരുന്നു. അത് നോക്കണ്ട, ആ നോവലാ. അയാൾ നോവൽ എടുക്കുന്ന ആളാ. പിന്നെ അതിലുണ്ടാവും, കവിതകളിലൊക്കെ ഉണ്ടാവും. ഇയക്കൂനു ഫുഖറാ. ഫക്കീർ അതിൻ്റെ ബഹുവചനാണിത്. ഫുഖറ. അഗന യുഗനി. ശരിക്കും അഗന എന്ന് പറഞ്ഞിടത്ത് എന്തുണ്ട്? അഗന അതിൻ്റെ മുലാരിയാണിത്. യോ നി. യാ ഉണ്ട്, പക്ഷെ ഇവിടെ യാ ഇല്ല. അത് നിങ്ങൾ അടുത്ത ആഴ്ച പറഞ്ഞുതരാം കേട്ടോ. പിന്നെ യുഅനിഹുമുല്ലാഹു മിൻ ഫദ്ലി. പിന്നെ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു വിശാലമായ ഖജനാവിൻ്റെ ഉടമയാണ്, അല്ലെങ്കിൽ എന്തായാലും അലീം എല്ലാം അറിയുന്നവനുമാണ്. എന്താ ഇപ്പോൾ ഈ ആയത്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത്? വ അൻകിഹു എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹം ചെയ്യണമെന്നോ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കണമെന്നോ? ആരോടാണ് പറയുന്നത്? ഹു എന്ന് പറയുന്ന ആരോടാണ് അഭിസംബോധനം? അടിമകളുള്ള യജമാനനോട്. പിന്നെ ഒരർത്ഥം ഇതിനെ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പല ആശയങ്ങളും പറഞ്ഞു കാണാം. ഒന്ന്, ആണുങ്ങളായ ആണുങ്ങളോടൊക്കെ ആണ് ഒരു നാട്ടിലെ ആണുങ്ങളുണ്ടോ അവരുടെ ബാധ്യതയാണ് ഇണയില്ലാത്തവർക്ക് എന്ത് ചെയ്യുക? പെണ്ണെട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ പിന്നെ പറഞ്ഞത് ആ നാട്ടിലെ ഉലുൽ അമ്ര ആയ ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം നേതാക്കൾ, മഹല്, കാദിമാർ, മുത്തവല്ലിമാർ, അതേപോലെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകൾ ഉണ്ടാവില്ല. നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണമൊക്കെ പ്രമാണിമാരായ ആളുകളുണ്ടാവും, നേതാക്കളായി നടക്കണം. അവരാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല ഓരോ കുടുംബത്തിലെയും മാതാവിൻ്റെയും പിതാവും അടങ്ങുന്ന ആ രക്ഷിതാക്കളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ മുഫസ്സിർ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഉലുൽ അമ്ര അതിൽ ആരൊക്കെ പെടും? രക്ഷിതാവും പെടും, നാട്ടിലെ കാദിം പെടും, പിന്നെ പഞ്ചായത്തിലെ നേതാവും പെടും, പിന്നെ അവിടുന്ന് പോയ ജില്ലൻ്റെവും പെടും, സംസ്ഥാനത്തിൻ്റെ പെടും, അവസാന മുസ്ലിം ലോകത്തിൻ്റെ ഉമ്മത്തിൻ്റെ എന്തൊക്കെ നേതൃത്വം വഹിക്കുന്നോ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പിന്നെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മെമ്പർമാരും ഒക്കെ അതിൽപ്പെടും. അപ്പം നമ്മളൊക്കെ ബാധ്യതയാണ് എന്ത്? അവിവാഹിതരായ ഇണകളില്ലാത്ത ആളുകൾക്ക് ഇണണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ആ ആയത്തിൽ നിന്ന് നമുക്ക് ഇസ്തിംബാത്ത് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അത് ക്ലിയർ ആയില്ലേ? ഇനി വിവാഹം കഴിച്ചു കൊടുക്കണം. ആർക്ക് കഴിച്ചു കൊടുക്കണം? ആർക്ക് കഴിച്ചു കൊടുക്കണം? അയാമ എന്നല്ലേ പറഞ്ഞേ? ഇണകളില്ലാത്ത ആളുകൾക്ക് അല്ലേ? ഇണയില്ലാത്ത ആളുകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം. പിന്നെന്തിനാ ഒരു മിൻകും കൊണ്ടുവന്നേ? മിൻകും എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പം പിന്നെ നമുക്ക് തോന്നും അടിമകളുടെ കാര്യം നമ്മൾ നോക്കണ്ട എന്ന് ചിലപ്പം ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അല്ലാഹു തആല സ്വതന്ത്രന്മാരെയും അടിമകളെയും പ്രത്യേകം എടുത്തു പറഞ്ഞതാ. മിൻകും എന്ന് പറഞ്ഞാൽ എന്ത് പെട്ടു? മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാവരും പെട്ടു. മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാവരും അതിൽ പെട്ടു. അപ്പം എന്തായിരുന്നു ഒഴിവായി? മനുഷ്യരല്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇണയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതാ. ഇന്ന് അങ്ങനെയുണ്ട് അല്ലേ? പോത്തിനെയും എരുമനെയും കാളനെയും പൂച്ചനെയും പട്ടിനെയും നായിനൊക്കെ വിവാഹം ചെയ്യണമില്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്.
അങ്ങനത്തെ ഒരു കാലഘട്ട ഖുർആനിന്റെ പ്രയോഗം നോക്കി നിങ്ങൾ. മിൻകും, അല്ലേ? മനുഷ്യവർഗമേ നിങ്ങളിൽപ്പെട്ട. ഏതെങ്കിലും പോത്തിനെ പോയ, പൂച്ചനെ പോയ, നായെ പോയ, വളർത്തുപൂച്ചയെ പറ്റിയൊന്നും അല്ല. അതിനെല്ലാം നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്, അല്ലേ? ശുദ്ധ ഖുർആനിന്റെ ആ ഭാഷാ പ്രയോഗം നോക്കുങ്ങൾ. അല്ല ഞാനവിടെ മിൻക്കും പറഞ്ഞില്ലെങ്കിൽ ഖുർആനിലാ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പൂച്ചനെ കെട്ട, ഞാൻ പൂച്ചയാണ് എൻ്റെ അണ, ആ പട്ടിയാണ് എൻ്റെ അണ എന്ന് പറഞ്ഞ് നടന്നൂടെ? പറ്റൂല. വഅൻകിഹുൽ അയാമ മിൻകും. ആലോചിച്ച് നോക്കി നിങ്ങൾ, അല്ലേ? അപ്പൊ ഖുർആനിന്റെ ഓരോ പദപ്രയോഗം എന്തുണ്ട്, വളരെ ചിന്തിക്കാനുള്ളതാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. പിന്നെ പറയാം, ഇവിടെ വിഷയം നിക്കാഹ്, വിവാഹം. നിക്കാഹ് പറഞ്ഞാൽ സിവാജന്നെ, വിവാഹം, അല്ലേ? ആ വിവാഹത്തിന് ഇസ്ലാം പ്രോത്സാഹനം നൽകാൻ. അമ്പിയാക്കളായ അമ്പിയാക്കളുടെ ഒക്കെ ചര്യയാണ് ഇത്, എന്ത്? വിവാഹം എന്ന് പറയുന്നത്, അല്ലേ? ആ വിവാഹം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു മഹാ അനുഗ്രഹവും കൂടിയാണ്. എന്താ തെളിവ്? വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും. അള്ളാഹു താലാന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു താല നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു. എന്ത്? അസ്വാജൻ, ഇണകളെ. എന്തിനാ ഇണകളെ സൃഷ്ടിച്ചെന്നത്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ ആ ഇണകളുമായി സമാധാനത്തിൽ ഏർപ്പെടാൻ, അല്ലേ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യവും സ്നേഹവും മവദ്ദത്തും റഹ്മത്തും അള്ളാഹു ഉണ്ടാക്കി വെച്ചു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്ന, തഫക്കുർ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ള പറയും. അപ്പൊ ഈ ആയത്തിലൂടെ എങ്ങനെ പോയാൽ വിവാഹം എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥ, ആ ഒരു നിലാമ്, ആ സംവിധാനം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു മഹത്തായ അനുഗ്രഹമാണ്. അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു മഹത്തായ അനുഗ്രഹമാണ്. വിവാഹം എന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇല്ലെങ്കിൽ എന്താ എന്താ വിവാഹമില്ല, ജനറേഷൻ ഉണ്ടാവില്ല എന്ന് മാത്രല്ല, ജനിക്കുമ്പോഴത്തിന് അടിയും പിടിയും കാച്ചറയും കൊലയും നടക്കും. ഇന്ന് കണ്ടില്ലേ ഇപ്പം നിങ്ങൾ? ഇന്നിപ്പോൾ വിവാഹം എന്ന സംവിധാനം ഉണ്ടായിട്ട് തന്നെ എന്താണ്, എന്താ കത്തിയും വെട്ടും ഊത്തും ഒക്കെയാണെന്ന് നടക്കണത്, അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കുങ്ങൾ, അങ്ങനെ ഒരു സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യങ്ങളെയും കുട്ടികളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ജനിച്ച കുട്ടികൾ തന്നെ എന്താവും? ഒക്കെ ഫസാദിലാവും എന്നുള്ളത്. അപ്പൊ ആലോചിച്ച്, ഒരു മഹത്തായ അനുഗ്രഹമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന, ദീനിനെ ഇഷ്ടപ്പെടുന്ന, അവൻ സ്വഭാവവും ദീനും ഇഷ്ടപ്പെടുന്ന ഒരാള് വിവാഹം അന്വേഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ എന്ത് ചെയ്യണം? ഫസവ്വിജൂ, അവൻ നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം ചെയ്തു കൊടുക്കണം. അതന്നെയാണ് അൻകിഹു എന്ന് പറയുന്നത്, വിവാഹം ചെയ്തു കൊടുക്കണം. ഇനി അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലോ ഖുർആൻ പറയാം, ഇല്ലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? തകുൻ ഫിത്നത്തും ഫിൽ അർദ്, ഭൂമുഖത്ത് എന്തുണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, മഹാക്കുഴപ്പുണ്ടാവും. പിന്നെന്താ പറഞ്ഞത്? അവിടെ നിർത്തിയില്ല, ഫസാദുൻ അരീൽ, അല്ലേ? എന്താ ഫസാദുൻ അരീൽ എന്ന് പറഞ്ഞാൽ വ്യാപകമായ ഫിത്നകൾ ഉണ്ടാകും, കുഴപ്പമുണ്ടാകും എന്നുള്ളതാ. ആലോചിച്ച് നോക്കുങ്ങൾ, ഇങ്ങനെ ഒരു വിവാഹം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള്, ദീനും ഹുലുക്കും ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മുടെ അടുത്തേക്ക് വിവാഹം അന്വേഷിച്ചു കൊണ്ട് വന്നാൽ അവന് വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ ആയത്ത് എപ്പോഴാണ് പറയുന്നത്? ഇതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? സൂറത്തുൻ, ഒന്നിങ്ങനെ ഓടിച്ചു ചോദിക്കാണ്, സൂറത്തുൻ അൻസൽനാഹ എന്തൊക്കെയാ പറഞ്ഞത്?
വ്യഭിചാരത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞു അല്ലേ? പിന്നെ പരസ്പരം ശപിച്ചാലുള്ള മുലാഅനത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞു, ഹദീസുൽ ഇഫ്ക് പറഞ്ഞു, പിന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞു, കണ്ണ് ചിമ്പണം, കണ്ണ് താഴ്ത്തണം എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് എന്ത് പറയുന്നത്? നിക്കാഹ്. ഈ പറയുന്ന കാര്യങ്ങൾ ഏത്? സിന, അതേപോലെ തന്നെ ആരോപണം, അതേപോലെ സമ്മതം ചോദിക്കൽ, പിന്നെ കണ്ണ് താഴ്ത്തൽ, ഇതിനൊക്കെ പരിഹാരമാണ് ഏത്? വിവാഹം. ആലോചിച്ച് നോക്കിയ നിങ്ങൾ, ഞാനിങ്ങനെ വ്യഭിചാരം ചെയ്യുന്ന നടക്കണം, എനിക്ക് നിങ്ങൾ പെണ്ണെട്ടി ചെന്നാൽ ഞാൻ പിന്നെ അതിന് പോവോ? സ്റ്റോപ്പ് അല്ലേ? ഞാൻ ഇങ്ങനെ ഇടങ്കണ്ണിട്ട് നോക്കണ ഓളെ എനിക്കട് കെട്ടിച്ചെന്നാൽ ഞാൻ പിന്നെ ഇടങ്കണ്ണിട്ട് നോക്കുവോ? ഇല്ല അല്ലേ? ഞാനും എൻ്റെ ഭാര്യനെ പറ്റി ഇങ്ങനെ ആരോപണം പറഞ്ഞു, എനിക്ക് നിങ്ങൾ നല്ല പെണ്ണെട്ടി ചെന്നാൽ ഞാൻ പിന്നെ ആരോപണം പറയോ? ഇല്ല. അപ്പൊ നോക്കി, എല്ലാത്തിനും പരിഹാരമാണ് ഇത്. എല്ലാത്തിനും പരിഹാരമാണ് ഇത് വിവാഹം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് ഏത്? വിവാഹം. ഇനി അല്ല പറഞ്ഞത് വഅൻകിഹു, റിവേഴ്സ് എടുത്ത് ഒന്നുകൂടി വരാം. വഅൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക അല്ലേ? അപ്പം വിവാഹം ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പം അതൊരു കൽപ്പനയല്ലേ അല്ലേ? കൽപ്പനകൾ എന്തിനൊക്കെ വരും? അമ്രിന് വരും, പിന്നെ അത് നിർബന്ധത്തിന് വരും അല്ലേ? കൽപ്പനകൾ ചിലപ്പോൾ നിർബന്ധത്തിന് വരും, ചിലപ്പോൾ എന്തിനു വരും? സുന്നത്തായ കാര്യങ്ങൾക്ക് വരും, ചിലപ്പോൾ ഒരു കാര്യം മുബാഹാണെന്ന് പറയാനും വരും അല്ലേ? അങ്ങനെയല്ലേനൊക്കെ എന്ത് വരും? കൽപ്പനക്രിയ. ഇവിടെ വഅൻകിഹു എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധത്തിനാണോ? അതല്ല അതൊരു സുന്നത്താണോ? അതൊരു ഫർള് കിഫായാണോ? അതല്ല ഒരു മുബാഹായ കാര്യമാണോ? ഒരു ഫർള് കിഫായാണ് അല്ലേ? കുറെ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ നിർവഹിച്ച നമ്മളൊക്കെ കഴിച്ചിലായി. അങ്ങനെയാണ്. എന്നാൽ ചില കൽപ്പനകൾ എന്ത് വരും? പിന്നെ നിർബന്ധത്തിനും വരും, സുന്നത്തിനും വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് ചിലപ്പോൾ ഭീഷണിപ്പെടുത്താനും വേണ്ടിയിട്ട് വരും, തഹ്ദീദിനും വേണ്ടിയിട്ട് വരുന്ന. ഇപ്പൊ ഉദാഹരണമായിട്ട് വഖുലിൽ ഹഖ്ഖു മിൻ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, കൽപ്പനയാണ്. നബിയെ പറഞ്ഞു കൊടുക്കുക, യാഥാർത്ഥ്യം, ഹക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ എന്നുള്ളതാണ്. പിന്നെ ഉദ്ദേശിക്കുന്നവർ വിശ്വസിച്ചു കൊള്ളട്ടെ, ഉദ്ദേശിക്കാത്തവർ പിന്നെ അവിശ്വസിച്ചു കൊള്ളട്ടെ, ഇഷ്ടപ്പെടുന്നവർ വിശ്വസിച്ചു കൊള്ളട്ടെ, ഇഷ്ടപ്പെടാത്തവർ എന്ത് ചെയ്യോട്ടെ? അവിശ്വസിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഭീഷണിപ്പെടുത്തൽ. അപ്പൊ അങ്ങനെയും എന്ത് വരും? കൽപ്പനകൾ വരും, തഹ്ദീദിന് വേണ്ടിയിട്ട് വരും. ഇവിടെ അള്ളാഹു അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്? ആ ഫർള് കിഫ എന്ന് പറയുന്ന ആ നിർബന്ധത്തിനാണ് എന്നതാണ് അധിക പണ്ഡിതന്മാരും, അല്ലെങ്കിൽ നെദ്ബിനാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും കാണാൻ സാധിക്കും. അപ്പൊ ആലോചിച്ച് നോക്കുങ്ങള്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്കാഹ് പറഞ്ഞത്, ഏതൊരു കാര്യം അള്ളാഹു ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം അള്ളാഹു തആല ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിരോധിച്ച ഒരു കാര്യം പറയും, നിങ്ങൾ വ്യഭിചാരം അല്ലേ? വ്യഭിചാരം അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്. എന്നാ അതിനെന്താ പരിഹാരം? വ്യഭിചാരം ചെയ്യാതിരിക്കാൻ വിവാഹം കഴിക്കുക. പലിശ തിന്നരുത്, അള്ളാഹ് വിരോധിച്ച കാര്യ. അതിനെന്താ പരിഹാരം? ഹലാലായ കച്ചവടം, അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു തആല അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ കുടിക്കുന്ന കാര്യത്തിൽ കള്ള് കുടിക്കരുത്, ഖംറ് കുടിക്കരുത്. എന്നാലോ എത്രയോ പാനീയങ്ങൾ നിങ്ങൾക്ക് കുടിക്കാൻ അനുവദിച്ചിട്ടുണ്ട് അല്ലേ? അതേ പ്രകാരം വ്യഭിചാരം നിങ്ങൾ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യുക? ഹലാലായ മാർഗത്തിലൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കാര്യം ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ, ഈ വിവാഹം എന്ന് പറയുന്ന ആ ഹലാലായ കാര്യം, അത് ഹലാലിൻ്റെ അവസ്ഥയുണ്ടാവും, ഹറാമിൻ്റെ അവസ്ഥയുണ്ടാവും. ഇപ്പോൾ ശർഈയായ നിയമം അനുസരിച്ചല്ല നമ്മൾ വിവാഹം ചെയ്തതെങ്കിൽ എന്താവും? അത് വ്യഭിചാരവും അല്ലേ? ഈ വ്യഭിചാരം ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒരേ പണി തന്നെയല്ലേ എടുക്കണത് അല്ലേ? അല്ലേ ഷുഹൈബേ? ഒരേ ജോലിയല്ലേ, ഒരേ വർക്കല്ലേ നമ്മൾ ചെയ്യണത്? ആണ് അല്ലേ? പിന്നെ എങ്ങനെ ശർഈ ആകുമ്പോൾ അല്ലാത്തപ്പോഴും എങ്ങനെ രണ്ടായി മാറണ? എങ്ങനെയാണ് പറഞ്ഞോളി, എന്താ കാരണം?
സൃഷ്ടാവായ അള്ളാഹു പറയാണ്, നിങ്ങൾ ഒരു ഭാര്യയെ, നിങ്ങളുടെ അനുവദനീയമായ ഭാര്യയെ അത് വിവാഹം ചെയ്യുമ്പോൾ അത് സദക്കയാണ്, പുണ്യമുള്ള കാര്യമാണ്. അല്ലേ? വഫീഫ് ബുളഇ അഹദിക്കും സദക്ക. ആ പണി ചെയ്യുമ്പോൾ അത് സദക്കയാണ്. അപ്പോൾ വിവാഹം എന്താണ്? ഒരു ആരാധനയാണ്. ഇസ്ലാണ്ടെങ്ങൾക്ക് ഇസ്ലാം നിശ്ചയിച്ച വിവാഹം എന്ന് പറയുന്നത് ഒരു മഹത്തായ ആരാധന. എന്താ അതിൻ്റെ പ്രത്യേകത? അതിലുള്ള ഓരോ കാര്യവും എനിക്ക് പുണ്യം കിട്ടുന്നതാണ്. ഞാൻ അവളൊന്ന് മുത്തം ചെയ്താൽ റബ്ബെനിക്ക് കൂലി തരും. അല്ലേ? ഞാൻ അവളൊന്ന് തോണ്ടിയാൽ റബ്ബെനിക്ക് കൂലി തരും. ഞാൻ അവളുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചാൽ റബ്ബെനിക്ക് കൂലി തരും. അത്തബസ്സുമു സദക്ക. അല്ലേ? ഇങ്ങനെ തുടങ്ങി നിങ്ങൾ മരണം വരെ അവളോട് ചെയ്യണം. ഒരു ചോറ്റുരുള അധ്വാനിച്ച് കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ, ഒരു സാൻഡ്വിച്ച്, ഒരു മുട്ടായി കൊണ്ടുപോയി കൊടുത്താൽ, തൊള്ളയിൽ വെച്ച് കൊടുത്താൽ അത് സദക്കയാണ്, പുണ്യമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഗൾഫിലേക്ക് വന്നത് നിങ്ങളുടെ കുടുംബത്തെ പോറ്റാനാണ്, പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ പുണ്യങ്ങൾ നിറഞ്ഞതാണ്. ഒരു സഹാബി ചോദിക്കാണ്, അള്ളാഹിൻ്റെ റസൂലെ, അതിയായ ഞങ്ങളുടെ ഷഹ്വാത്തുകൾ അത് ശമിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ സമീപിച്ചാൽ എനിക്ക് കുറ്റം കിട്ടൂലേ? അല്ല, എൻ്റെ ഭാര്യനെ തന്നെ സമീപിച്ചാൽ അതിന് കൂലി കിട്ടുമോ എന്ന് ചോദിക്കാണ് ഒരു സഹാബി വന്നിട്ട്. എന്താ ചോദിച്ചത്? ഞാൻ എൻ്റെ വികാരം ശമിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയെ സമീപിച്ചാൽ എനിക്ക് പുണ്യം കിട്ടുമോ? റസൂലുള്ള എന്താ മറുപടി പറഞ്ഞത്? നിന്റെ ഭാര്യയല്ലാത്ത മറ്റൊരാളുടെ ഭാര്യ, അല്ലെങ്കിൽ വേറൊരു സ്ത്രീ, അനർഹമായ ഒരു സ്ത്രീയെ നീ സമീപിച്ചാൽ നിനക്ക് കുറ്റം കിട്ടുമോ? സാബി പറഞ്ഞു, ഉറപ്പായിട്ടും കിട്ടും. എന്നാ പിന്നെ എൻ്റെ ഭാര്യയെ സമീപിച്ചാൽ എനിക്ക് പുണ്യം കിട്ടും. പക്ഷേ അപ്പം നമ്മൾ ചെയ്യണ ആ കർമ്മത്തിന് എന്തുണ്ട്? വെറുതെ ചാടിക്കറലല്ല. ഓരോ സെക്കൻഡിനും, ഓരോ കാലടിക്കും, ഓരോ ചലനത്തിനും റബ്ബ് തമ്പുരാൻ എന്ത് ചെയ്യണ്ട്? പുണ്യം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യണത് വെറുതെ അല്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഈ ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നാം എന്ത് ചെയ്യേണ്ടത്? ഭാര്യമാരെ സമീപിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ തുടങ്ങുമ്പോൾ തന്നെ എന്താ പറഞ്ഞത്? പ്രാർത്ഥന അല്ലാന. അല്ലേ? അതിന് എന്താണ്? ഒരു വലിയ തലമുറ വരാൻ പോവാണ്. ആ തലമുറ എന്തായിരിക്കണം? ആ തലമുറ ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കണം. അതിനാദ്യം തന്നെ എന്ത് ചെയ്യണം? തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ആ പ്രാർത്ഥനയോടുകൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ പ്രാർത്ഥനയോടുകൂടി തന്നെ അത് തുടങ്ങണം. അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല. അതുകൊണ്ടാണ് അദ്ദുന്യ മതാഉ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ഒരു വിഭവമാണ്. വഖൈറു മതാഇ ദുന്യ എന്താണ്? അൽ മർഅതു അസ്സാലിഹ. ആലോചിക്കുക, ഈ ഐഹിക ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ വിഭവം എന്ന് പറയുന്നത് ദീനാറല്ല, ദിർഹമല്ല, ഇന്ത്യൻ മണിയല്ല, മറിച്ച് എന്താ? ഒരു നല്ല ഭാര്യയാണെന്ന്. ആലോചിക്കുക, സ്വർണം വെള്ളിയും എന്തൊക്കെ ഉണ്ട് ഇവിടെ, ബംഗ്ലാവ് ഉണ്ട് ഇവിടെ, അല്ലേ? കൊട്ടാരുണ്ട്. അതൊന്നുമല്ല. പ്രവാചകൻ പഠിപ്പിച്ചെന്താ? ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ഒരു നല്ല ഭാര്യയാണ് എന്ത്? ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത്. അതെങ്ങാനും ഇങ്ങോട്ട് ബടുക്കായാൽ ആ മനുഷ്യന് കൊട്ടാരുണ്ടായിട്ടും കാര്യമില്ല, ഓന് ഉമ്മത്തിൻ്റെ നേതാവായിട്ടും കാര്യമില്ല, രാഷ്ട്രീയ നേതാവായാലും മത നേതാവ്, ഒരു കാര്യമില്ല. അവിടെ വടക്കായാലും എന്ത് ചെയ്യും? ആകെ കുഴപ്പത്തിലാവും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു നല്ല അനുഗ്രഹത്തെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാണ്? സമൂഹത്തിലെ നേതാക്കളടങ്ങുന്ന ആളുകൾ ഈ ഒരു നല്ല സംഗതിയെ, ഈ ഒരു അനുഗ്രഹത്തെ, ഈ ഒരു ആരാധനയെ ആളുകൾ കുഴപ്പത്തിലാക്കാണ്. എങ്ങനെ? എൻ്റെ കുട്ടീനെ ഞാൻ ഓൻ്റെ കുട്ടിക്കൊന്നും കെട്ടിച്ചെടുക്കൂല. എന്തേ? ഞാൻ 500 നിങ്ങൾ എന്താ നേരെ ഓപ്പോസിറ്റ് എന്താ ഉണ്ടോ? 500 പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? നല്ല ഞാൻ കൊലവമ്പനാ, അല്ലേ? ഞാൻ നല്ല വലിയ നേതാവും അതേപോലെ തന്നെ എന്താ കുറേ പണമുള്ളവനൊക്കെയാണ്. എൻ്റെ കുട്ടീനെ ഓനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെയാണ് പ്രശ്നം. മഹാനായ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നിങ്ങൾക്ക്
അറിയോ? ഷുഐബ് നബിന്റെ 2 പെൺകുട്ടികൾ വെള്ളം കോരാൻ പോയ സംഭവം അറിയില്ലേ? അങ്ങനെ ഒരു കിണറ്റിന്റെ അടുത്ത് ചെന്നപ്പം ആ 2 മക്കളും ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന് 2 പെൺകുട്ടികളും അല്ലേ, എന്തിനാ? നാക്കാലികൾക്ക് വെള്ളം കിണറ്റിൽ നിന്നും കോരാൻ വേണ്ടി പോയതാ. അവിടെ ആരുണ്ട്? മൂസാ നബി അലൈഹി സ്വലാം ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ വന്നത്? ഈ ആട്ടിടയന്മാരൊക്കെ വെള്ളം കോരി കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങളുടെ നാക്കാലികൾക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ. ഷുഐബിന് ഈ വിവരം ആര് പോയി പറഞ്ഞു? മക്കള് പോയിട്ട് പറഞ്ഞു. മക്കള് പോയി പറഞ്ഞപ്പം പിന്നെ മൂസാ നബിയോട് പിന്നെ വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാം അവിടെ ചെന്നു അല്ലേ? എന്നിട്ട് അവിടെ ഒരു സംഭവം പറയുന്നുണ്ട്. എന്താണായി? ഫസഖാലഹുമ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് 2 ആൾക്കും വെള്ളം കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ നാക്കാലികൾക്കുള്ള വെള്ളം കോരിക്കൊടുത്തു. എന്നിട്ട് പിന്നെ മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പഠിച്ചോനെ, ഇഞ്ഞ് ചൊരിഞ്ഞു തരുന്ന ഏതൊരു ഖൈറും ആവശ്യമുള്ളവനാണ് പഠിച്ചോനെ ഞാൻ. മൂസാ നബിയെ പ്രാർത്ഥിക്കാം അല്ലേ? അപ്പം മൂസാ നബി ആരാ? ഇട്ടിട്ട തുണി മാറ്റാൻ, പിന്നെ ഉടുപ്പ് പോലും മാറ്റാനില്ലാത്ത വകല്ലാത്ത ആളാ. ആര്? മൂസാ നബി അലൈഹി സ്വലാം. ഷുഐബ് നബിയോ കുറച്ചൊക്കെ ഉള്ള ആളാ. ആ ഉള്ള ആള് ഏറ്റവും നല്ല എൻ്റെ പെൺകുട്ടിയൊക്കെയുള്ള ഭർത്താവിനെ തിരഞ്ഞെടുത്തത് ആരെ? പരമദരിദ്രനായ മൂസാ നബി അല്ലേ? നമ്മളെന്താ ചെയ്യാ? നമ്മളെ പിന്നെ മഹല്ല് ഇയാൾ വന്നിട്ട് പറയും, പഞ്ചായത്ത് മെമ്പർ, അത് നിങ്ങൾക്ക് ഒക്കില്ലടോ, അത് പറ്റേ പിന്നെ ഇതിലാണ് സാമ്പത്തികമായിട്ട് വളരെ അതല്ല നോക്കണ്ടേ. എന്താ നോക്കേണ്ടത്? ദീനുണ്ടോ, സ്വഭാവം നല്ലതാണോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത? വിവാഹം ചെയ്തു കൊടുക്കുക. അതാണ് ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹ് അല്ലേ? അവര് ദരിദ്രന്മാരാണ് എങ്കിൽ, ഫുഖറാക്കളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധന്യത നൽകും, വിവാഹത്തിലൂടെ ധന്യത നൽകും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി ഈ വിവാഹത്തിന് ഇസ്ലാം പല കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ആ സംഭവത്തിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിവാഹിതനാവാൻ പോകുന്ന ആള്, ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യ അതായിരുന്നു അല്ലേ? ആ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിക്കുകയും വിവാഹം നടക്കുകയും ചെയ്യുന്ന. അത് ചിലപ്പോൾ വലിയ ധനികന്റെ മോളൊക്കെ ആയിരിക്കാം അല്ലേ? അപ്പൊ പ്രാർത്ഥനയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? എത്ര ധനികന്മാരുടെ മക്കൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവിവാഹിതരായി നടക്കുന്നുണ്ട്, ഒത്തുവന്നിട്ടില്ല എന്നറിയും അല്ലേ? അങ്ങനെയുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ എന്ത് വേണം? നിരന്തരമായ പ്രാർത്ഥന വേണം ഈ ഒരു അനുഗ്രഹം കൂട്ടിയോജിപ്പിക്കാൻ എന്നുള്ളതാണ്. പിന്നെ വിവാഹത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറെ ലക്ഷ്യങ്ങളുണ്ട്, അതിൻ്റെ ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? അള്ളാഹിനും റസൂലിനും അനുസരിക്കുക എന്നുള്ള നിലക്കാണ് നമ്മൾ വിവാഹം ചെയ്യേണ്ടത്. അള്ള പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ് എന്ത്? വിവാഹം എന്ന ഉദ്ദേശശുദ്ധിയോട് കൂടിയായിരിക്കണം. ആരാ വിവാഹം ശറഅാക്കിയത്? അല്ലാഹു തആല അല്ലേ? ആ വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാണ്. ഹജ്ജ് ഇസ്ലാമിൻ്റെ ചിഹ്നമല്ലേ? അല്ലേ? ഇതേപോലെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാണ് ഏത്? വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ ആ വിവാഹത്തെ ഇസ്ലാം വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പ്രേരണ നൽകിയിട്ടുണ്ട്, പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായ സുന്നത്തും ഖൗലിയായ സുന്നത്തും ഈ വിഷയത്തിൽ നമുക്ക് കാണാം. എന്താ ഫിഅലിയായ സുന്നത്ത്? നബി വിവാഹം കഴിച്ചിട്ടുണ്ട് അല്ലേ? വിവാഹം കഴിച്ചിട്ടുണ്ട്, വീടുണ്ടാക്കിയിട്ടുണ്ട്, കുടുംബത്തെ പോറ്റിയിട്ടുണ്ട്, മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പം ഇത് പ്രവാചകന്റെ എന്താണ്? ഫെയിലിയായ സുന്നത്താണ്. വിവാഹം കഴിക്കുക, വീടുണ്ടാക്കുക, അവരെ പോറ്റുക, അവിടെ വളർത്തുക, കുട്ടികളെ വളർത്തുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഫെയിലിയായ ഒരു സുന്നത്താണത്. അതേപോലെ പ്രവാചകന്റെ കൗലിയായ വാക്കാലുള്ള സുന്നത്ത് ആണിത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ റസൂലുള്ള, ഞങ്ങൾ കുറേ യുവാക്കൾ ഇങ്ങനെ പോവാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, എന്ത്? യാ മഅ്ശറ ശബാബ്, യുവാക്കളുടെ കൂട്ടമേ, മനിസ്തതാഅ മിൻകും വൽ ബാഅ ഫല്യതസവ്വജ്, ആർക്കാണോ ബാഅത്തിന് കഴിവുള്ളവൻ അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ എന്ന്. ബാഅത്തിന് എന്താ ഈ ബാഅത്ത് അറിയണത്? ബാഅത്ത് പറഞ്ഞ എന്താ? ആരെങ്കിലും ഒരാൾ പറയേ, എന്താ ബാഅത്ത്? എന്ത് കഴിവ്? സാമ്പത്തിക കഴിവാ? ആർക്കാ ബാഅത്ത് പറഞ്ഞാൽ അറിയാം? സാമാനം എണീക്കുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കർത്ഥം പച്ച മലയാളം. അതിനുള്ള കഴിവ് അതില്ലാത്ത ആളുകളുണ്ടാവും, ആളുകളുണ്ടാവും അല്ലേ? അപ്പം അത്തരം ആളുകൾ, അതില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക? അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കലാണ് നല്ലത്. അപ്പം ഇതിനുള്ള കൽപ്പുണ്ടെങ്കിൽ സാമ്പത്തികമൊന്നുമല്ല, സാമ്പത്തികം അതിൻ്റെ ഒരു സൈഡ് ഉണ്ടാവും, സാമ്പത്തികം മാത്രമല്ല, അല്ലാത്ത കഴിവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുള്ള ആളുകൾ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ സന്യാസ എന്താണ് ബ്രഹ്മചര്യോ അങ്ങനെ ഇതില്ലേ, അറബി പറയാം തബത്തുൽ എന്നാ. തബത്തുൽ ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്യില്ല, അനുവദിക്കണില്ല. അതിന് കഴിവുണ്ടോ, ബാഅത്തിന് കഴിവുണ്ടോ, വിവാഹം ചെയ്യണം എന്ന് തന്നെയാണ്. ബാഅത്തിന് കഴിവില്ലെങ്കിൽ, സാമ്പത്തികമൊന്നും അല്ല അതിൻ്റെ അത്, സമ്പത്തൊക്കെ പിന്നെ, സമ്പത്ത് പറഞ്ഞാൽ എന്താ? ഒരു നില അല്ലേ? കുറച്ച് കഴിയുമ്പം കുറേ എങ്ങനെ കാണാം, പിന്നെ കാണാം ഇങ്ങനെ തന്നെ അതിൻ്റെ ഗ്രാഫ് ഇങ്ങോട്ട് തന്നെ വരുന്നത്. ചിലപ്പോൾ നാളെ അങ്ങോട്ട് ഒഴുകി വരും, മറ്റന്നാൾ എന്ത് ചെയ്യും? ഒരു ഭൂമി കുൽക്കത്തോടെ പോവുകയും ചെയ്യും അല്ലേ? അത്രേ ഉള്ളൂ സമ്പത്ത്. എന്നാൽ ഇതല്ല, ഇതെന്താണ്? നമ്മുടെ ഈ ജീവിതത്തിലും പരലോക ജീവിതത്തിലും നമുക്ക് പുണ്യം ലഭിക്കുന്ന കാര്യമാണത് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ്, ഇദാ ജാ അഹദക്കും മൻ തർലൗന ദീനഹു വ ഖുലുഖഹു, തങ്ങളുടെ സ്വഭാവവും ദീനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വിവാഹം അന്വേഷിച്ചു വന്നാൽ അവനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസും ആ കൗലിയ സുന്നത്താണ്. രണ്ടാമത്തത് അതുകൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവാചകന്മാരുടെയും സുന്നത്തിനെ പിൻപറ്റുകയാണ് അല്ലേ? മുഹമ്മദ് നബിയെ ഇത്തിബാ ചെയ്യാണ്. ഞാൻ പെണ്ണെട്ടിയാൽ ഞാൻ മുഹമ്മദ് നബിയുടെ സുന്നത്തിനെ പിൻപറ്റി. നമ്മളിപ്പോൾ ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ എന്താ? ഞാൻ പ്രവാചകൻ പറഞ്ഞ ആ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു എന്ന എന്ത് കിട്ടും? നമുക്ക് കൂലി കിട്ടും. ഞങ്ങളോട് ചിരിച്ചു, എന്താ എനിക്ക് കിട്ടുക? നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരാനാ ഞാൻ ചിരിച്ചത്? അല്ല, ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് ഷെയ്ക്കാൻ തന്നു, സലാം പറഞ്ഞു, പുഞ്ചിരിച്ചു, നിങ്ങൾ ആദരിച്ചു, ബഹുമാനിച്ചു ഒക്കെ ചെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ആ ചര്യ ഞാൻ ഇത്തിബാ ചെയ്യാൻ. അതേപോലെ വിവാഹം എന്ന് പറയുന്നത് എന്താണ്? പ്രവാചകന്റെ ചര്യയെ ഇത്തിബാ ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ടുള്ള മറ്റൊരു ഗുണം. അതുകൊണ്ടാണ് വലക്കത് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക, മുഹമ്മദ് നബിയെ താങ്കളുടെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരെയും നാം നിയോഗിച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ, അവർക്കൊക്കെ നാം ഇണകളെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, സന്താനങ്ങളെയും കൊടുത്തിട്ടുണ്ട്. അപ്പം സന്താനം എന്തൊക്കെ ഉണ്ടാണ്? എന്തിലൂടെയാണ്? വിവാഹം. അപ്പം വിവാഹം ആരുടെ ചര്യയാണ്? മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും ചര്യയാണ് എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ അതുകൊണ്ടുള്ള ഒരിത്, സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനറിയാം മനുഷ്യൻ്റെ അന്തരാളത്തിൽ ഒരു ആഗ്രഹങ്ങൾ ആളിക്കത്തുന്നുണ്ട് എന്നുള്ളത് അല്ലേ? ഒരു പ്രത്യേക പ്രായത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് ഒരുപാട് വികാരങ്ങൾ ഇങ്ങനെ കുറേ പുക ഇങ്ങനെ പോകുന്നുണ്ട്. അത്രയും സ്പിരിറ്റിലാണ് ആ വികാരം ആളിക്കത്ത്. ഈ വികാരം ആളിക്കത്തുമ്പോൾ അത് ശമിപ്പിക്കണമെങ്കിൽ ഒരു സ്ത്രീയെ കിട്ടലല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പം അതിന് ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ്? ആ വിവാഹം കഴിക്കുന്നതിലൂടെ അവൻ്റെ ആ വികാരത്തെ, ആ ആളിക്കത്തുന്ന വികാരത്തെ ശമിപ്പിക്കാൻ അതിലൂടെ കഴിയും എന്നുള്ളതാണ്. അപ്പം അതൊരു മഹാ അനുഗ്രഹം കൂടിയാണ് എന്നുള്ളതാണ് വിവാഹം. ഫിത്തരിയായിട്ട് തന്നെ മനുഷ്യനുള്ള ഒരു സ്വഭാവമാണത്. പിന്നെ മറ്റൊരു ആളുകളിൽ നിന്ന് കാണുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അധിക മുസ്ലിങ്ങളും പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ, കുട്ടിൻ്റെ എന്താ നമ്മൾ പറയൽ, ഞാനൊക്കെ എന്താ പറയൽ, പഠനമായിട്ട് കഴിഞ്ഞോട്ടെ അല്ലേ, പഠനമായിട്ട് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ IAS കഴിയട്ടെ, അല്ലെങ്കിൽ അവന്
CA കഴിയട്ടെ, മറ്റേ കഴിയട്ടെ, MBBS കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഉത്തർക്കും. അപ്പോത്തിനോ ഇവൻ പഠിക്കണോടത്തുനിന്ന് ഇവൻ ആരെയും തോണ്ടി പോയിട്ടും ഉണ്ടാവും. നമുക്ക് കുട്ടിയും ഉണ്ടാവില്ല, മരുവളും ഉണ്ടാവില്ല. അങ്ങനെ എത്ര സംഭവമുണ്ട് അല്ലേ? എന്തേ ഓൻ പോവാൻ കാരണം? പിതാവാകുന്ന ഞാനാ തെറ്റ്, ഓനല്ല തെറ്റ്, ഞാനാ തെറ്റുകാരൻ. എന്താ? വഅൻകിഹു. അള്ള പറഞ്ഞത് ആരോടാ? എന്നോടാ അല്ലേ? വഅൻകിഹുൽ അയാമാ മിൻകും. നിങ്ങളിലുള്ള ഇണകളില്ലാത്ത ആണിനും പെണ്ണിനും രക്ഷിതാക്കളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം ആ സമയമാകുമ്പോൾ അല്ലേ? എന്നിട്ട് അള്ള വേറെ ആയത്ത് പറയണ്ടേ എന്ത്? വാപ്പമാരോട്, രക്ഷിതാക്കളോട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ഓൽക്ക് കൊടുക്കണം അല്ലേ? മഹറിന് പൈസ അല്ലെങ്കിൽ ഞാൻ കൊടുക്കണം എന്നാ പഠിച്ചോൻ പറയുന്നത്. ആര്? ബാപ്പയായ ഞാൻ കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിവാഹം കഴിപ്പിച്ചണോ മക്കളെ? ഞാൻ ആണത്തത്തോടെ പറയും, ഒരു ജോലി ഇല്ലാത്ത സമയത്ത് എൻ്റെ ചെക്കനെ പിടിച്ച് ഞാൻ വിവാഹം കഴിപ്പിച്ചു. ഒരു ജോലിയും ഇല്ല, അവൻ പഠിക്കുമ്പോഴാ അല്ലേ? എവിടെയും കുടുങ്ങിയിട്ടൊന്നുമില്ല, എവിടെയും കുടുങ്ങൂല. അപ്പം ഒരു പാടാണത്, ശരിക്കും അനുഭവിച്ച ആളാണ് ഞാൻ അല്ലേ? അപ്പം അതൊക്കെ നമുക്കിങ്ങനെ തോന്നാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പം ഒരു മാർഗം അങ്ങോട്ട് തരും. ഞാനാണ് മഹറും കൊടുത്ത്, ഞാനാണ് എല്ലാം ചെയ്തത്. അപ്പോൾ വഅൻകിഹുൽ അയാമാ മിൻകും, എന്താണ് സമയമാകുമ്പോൾ വിവാഹം ചെയ്ത് കൊടുക്കാന്നില്ല. പിന്നെ അതുമല്ല, ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് കൂടിയുണ്ട്. പോസിറ്റീവ് മാത്രമല്ല, ഒരു പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഒരു പ്രത്യേകം സ്ഥലത്ത്, പെൺകുട്ടികൾക്ക് പ്രത്യേകം പ്രായം കഴിഞ്ഞാൽ, ഇത് ശാസ്ത്രാട്ടോ, ഇത് ഇതിൻ്റെ അതല്ല, ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ ഹോർമോണിൻ്റെ വളർച്ചയ്ക്ക് തകരാറുകൾ വരും. എപ്പോഴും ഒരു ആണിനെ ആകർഷിക്കാൻ പറ്റിയ സമയം എപ്പോഴാണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എപ്പോഴാണ്? യൗവനം എന്ന് പറഞ്ഞാൽ എത്ര ഒരു ടൈമുണ്ട്. നിങ്ങൾ 18 കുട്ടികൾ അല്ലെങ്കിൽ 18 മുതൽ 24 വയസ്സ് വരെയാണ് ശാസ്ത്രം പറയുന്നത്. അവിടെയാണ് ശരിക്കും ഒരു ആണിനെ കണ്ടെത്താനുള്ള തീവ്രമായ ആഗ്രഹം ആർക്കുണ്ടാവുക? പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. ആണിനോ 27-30 പോവാന്ന അല്ലേ? അപ്പോഴാണ് ഓൻ്റെ അത് ആളിക്കത്തെന്ന. അപ്പം നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്ത് എന്ത് ചെയ്ത് കൊടുക്കണം? ഇവാൻ കുറച്ചാടി കഴിയട്ടെ, 32 ആയിക്കോട്ടെ, 34 ആയിക്കോട്ടെ. ഇന്നിപ്പോൾ മുസ്ലിം ലോകത്ത് തന്നെ പണ്ട് മറ്റുള്ളവരുടെ ആചാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് 32, 35 ആയിട്ട് വിവാഹം അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. മഹാബത്താണത്. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവില്ല? ഒരു പക്ഷേ അത് സന്താന ലബ്ധി ഉൽപാദനത്തിന് വരെ തകരാറ് വരും എന്നുള്ളതാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കി. പിന്നെ വിവാഹ സമയമാകുമ്പോൾ വിവാഹം കഴിക്കണം. എന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്തെത്തുമ്പോൾ പിന്നെ കസ്റത്ത് നടിക്കുന്ന എങ്ങനെ അനസ് പിന്നെ അബൂദാവൂദിന്റെ ഹദീസിൽ ഇങ്ങനെ കാണാം. മഅഖബ് ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസിൻ്റെ അവസാനം പറയുന്നത്, ഞാൻ നാളെ നിങ്ങൾ വിവാഹം ചെയ്യണം. കാരണം എന്താ? വിവാഹം ചെയ്താൽ യാ മശറ ശബാബ് എന്ന് പറഞ്ഞിട്ട് ആ തുടങ്ങുന്ന ഹദീസിൻ്റെ അവസാനം കാണാം, നിങ്ങൾ വിവാഹം ചെയ്താൽ ആ വിവാഹത്തിലൂടെ ഞാൻ അഭിമാനം നടിക്കും, പെരുമ നടിക്കും എന്നുള്ളതാണ്. കാരണം എൻ്റെ സമുദായമായിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക എന്നുള്ള മറ്റ് സമുദായങ്ങളെ വെച്ചിട്ട് ഞാൻ പെരുമ നടിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഭൂമിയിൽ നാഗരികത ഉണ്ടാക്കാനും റബ്ബിനെ ആരാധിക്കാനും പറ്റിയ ഏറ്റവും വലിയ മാർഗമാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരു വിവാഹം കഴിക്കുന്നതിലൂടെ സമാധാനത്തോടു കൂടി ഒന്ന് നിസ്കരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, ഞാൻ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇന്നലെ TV-യിലോ ഫോണിലോ കണ്ടേ അതാൻ്റെ തലയിൽ വരിക. നിങ്ങൾക്ക് വരൂല അങ്ങനെ? ശരിക്കും വിവാഹം കഴിച്ച് അതൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ആ ചിന്ത വരുമോ? ഉണ്ടാവില്ല അല്ലേ? ഇമാം ബുഖാരി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാൽ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം രണ്ടും പ്രവാചകന്മാരാണ്. ആ ദാവൂദ് നബിയുടെ പിന്നെ സുലൈമാൻ നബി പറയാണ്, ല അത്തൂഫന്ന ലൈല, ഇന്നത്തെ ഈ രാത്രി ഞാൻ സമീപിക്കും അല മിഅത്തി ഇംറ, 100 പെണ്ണുങ്ങളെ. അന്ന് 100 പെണ്ണുങ്ങളെയൊക്കെ കെട്ടാൻ ചിലപ്പോൾ അനുവാദം ഉണ്ടാവും. ഔ തിസ്അത്തിൻ വ തിസ്ഈന, അല്ലെങ്കിൽ 99.
കുല്ലുഹുന്ന യക്തി ബിഫാരിസിൻ, ഓരോ പെണ്ണുങ്ങളും ഓരോ യോദ്ധാക്കളെ കൊണ്ടുവരും എന്നാണ്. യുജാഹിദ് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന യോദ്ധാക്കളെ ഉൽപ്പാദിപ്പിക്കും. വഖാല ലഹു സാഹിബുഹു, അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, കുൽ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാളെ. ഫലം യക്കുൽ ഇൻഷാ അല്ലാ, അയാൾ എന്ത് ചെയ്തില്ല, ഇൻഷാ അല്ലാ പറഞ്ഞില്ല. ഫലം യഹ്മിൽ മിൻകുന്ന ഇല്ലാ ഇമ്രാത്തൻ വാഹിദ, 99 അല്ലെങ്കിൽ 100 ഭാര്യമാർ സമീപിച്ചിട്ടും ഒരാൾക്ക് മാത്രമേ ഗർഭമുണ്ടായിരുന്നു. അതന്നെ ഒരു പകുതി, ഒരു പൂർണ്ണ മനുഷ്യനല്ലാതെ പ്രസവിക്കുകയും ചെയ്തു. വല്ലനി നഫ്സി മുഹമ്മദിൻ ബിയദി ലൗ കാല, എന്നിട്ട് നബി പറയാം, ആ മനുഷ്യനെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ലജാഹദു ഫി സബീലില്ലാ ഫുർസാനൻ അജ്മഊൻ, അവരൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ആ യോദ്ധാക്കളായി മാറുമായിരുന്നു എന്ന് പിന്നെ ഹദീസിൽ പറയുന്നുണ്ട്. അപ്പം ആലോചിച്ച് നോക്കുങ്ങൾ, ഇപ്പം ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് റബ്ബിനെ ആരാധിക്കാനും റബ്ബിൻ്റെ മാർഗത്തിൽ പോരാടാനും ഉള്ള പിന്നെ യോദ്ധാക്കളാവണം നമ്മുടെ ഉദ്ദേശം എന്നതും അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സമൂഹത്തിൽ വിനാശകരമായ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അല്ലേ. ഞാനിപ്പോൾ അനർഹമായൊരു പെണ്ണിനെ സമീപിച്ചാൽ എന്താ എനിക്ക് ഉണ്ടാവുക? ആദ്യം തന്നെ ഇവർ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ പറയും, കുറേ ശാസ്ത്രബുക്കൊക്കെ വായിച്ചില്ല നിങ്ങൾ? എന്താ ഉണ്ടാവുക? അതൊക്കെ ഭൗതികമായിട്ട് കേസും കൂട്ടൊക്കെ നമുക്ക് പായിച്ചുണ്ട് ഞാൻ ഭർത്താം. അല്ലാതെ എന്താ ഉണ്ടാവുക? ഒന്നാമത് മനസ്സമാധാനം എടുക്കിട്ടും, ഒരു സെക്കൻഡ് സമാധാനം ഉണ്ടാവും അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നാ നേരെ തിരിച്ചങ്ങളെന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ഭാര്യനെയാണ് ഞാൻ സമീപിച്ചെങ്കിലോ എനിക്കിങ്ങോട്ട് കുവൈത്തേക്ക് പോരാൻ പിന്നെയും തോന്നില്ല, അവിടെ തന്നെ കുഞ്ഞ. എന്താണ് കാരണം? രണ്ടും വ്യത്യാസമുണ്ട്. മറ്റോടത്തുനിന്നാണെങ്കിലോ ട്ടും ഞാൻ ചാടിയിട്ട് അടുത്ത സമീപത്തൊന്നും ഞാൻ ഉണ്ടാവില്ല. അപ്പം സമാധാനമാണ് ഒന്ന്. അസമാധാനം എന്ന് പറയുന്ന ആ ഫസാദ് ഏറ്റവും വലിയ വിനാശം വിതക്കണ സംഗതിയാണത്, സമാധാനമില്ലായ്മ. പിന്നെ ശാരീരികമായിട്ടുള്ള എയ്ഡ്സ്, പിന്നെ വൻ മാരി രോഗങ്ങൾ അല്ലേ, മഹാമാരി രോഗങ്ങൾ, പറയാൻ പറ്റാത്ത ആധുനിക രൂപത്തിലുള്ള ഒരുപാട് രോഗങ്ങളുണ്ടെന്ന് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ, ഒരു കാര്യം പറയണത് എന്താ? ഈ കാര്യമാണ്. ഇങ്ങനെ അള്ളാഹു ശറഹാക്കാത്ത രൂപത്തിലുള്ള ഫാഹിഷത്ത് ഒരു സമൂഹത്തിൽ വ്യാപിച്ചാൽ മുൻ സമുദായത്തിലില്ലാത്ത, അവർ കണ്ടിട്ടില്ലാത്ത ആലാമുകളെ കൊണ്ട്, വേദനകളെ കൊണ്ട് ഈ സമൂഹത്തെ അള്ളാഹു പരീക്ഷിക്കും അല്ലേ. ഇന്നിപ്പാട് ആലോചിക്കൂ, എന്താ കാരണം അറിയില്ല, ശക്തമായ വേദന അല്ലേ, സഹിക്കാൻ ഒരാളോട് പറയാൻ കഴിയാത്ത ശാരീരിക വേദന. എന്താ കാരണം? ഇത്തരത്തിലുള്ള ഫാഹിഷത്ത് വ്യാപകമാണ് കാരണം അല്ലേ. എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ, ഒരിക്കലും ഈ രോഗം പിടിപെട്ടാൽ പിന്നെ രക്ഷപ്പെടൂല. അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവുന്നത് ഈ ഒരു പണിയിലൂടെയാണ്. പിന്നെ പല രോഗങ്ങൾക്കും ശമനവും ഈ പണി തന്നെ. ഭാര്യയെ സമീപിക്കുമ്പം ഒരുപാട് രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകുന്നുണ്ട്. ഏതൊക്കെ രോഗങ്ങൾക്കാ പറഞ്ഞോളി. ഒന്നാമത്തെ ഷുഗർ അല്ലേ. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഏറ്റവും പരിഹാര മാർഗമാണേത്? റബ്ബ് തമ്പുരാൻ സംവിധാനിച്ചു വെച്ച ഈ ഒരു വിവാഹം എന്ന ആ സംവിധാനം, ആ വ്യവസ്ഥ എത്ര വലിയ അനുഗ്രഹമാണ്. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാ